أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا أذقنا مترفيهم بالعذاب إذا هم يجأرون لا تجأروا اليوم إنكم منا لا تنصرون قد كانت آياتي تتلى عليكم فكنتم على مستكبرين به سامرا تهجرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1120 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 64 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا أخذنا مترفيهم بالعذاب إذا هم يجأرون لا تجأروا اليوم إنكم منا لا تنصرون قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون مستكبرين به سامرا تهجرون صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 64 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതന്മാരുടെ സന്ദേശം മനുഷ്യ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ ദൂതന്മാര് മുഖേന അവന്റെ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുമ്പോൾ മനുഷ്യ സമൂഹം രണ്ട് വ്യത്യസ്ത ചേരികളായി, രണ്ട് വ്യത്യസ്ത നിലപാടുകളുള്ളവരായി മാറുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ വിവരിക്കുന്നത്. ദൈവദൂതൻ കൊണ്ടുവന്നിരിക്കുന്ന ജീവിത ദർശനം, അള്ളാഹുവിന്റെ ആയാത്തുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവിക സരണിയിലൂടെ സഞ്ചരിക്കാൻ സന്നദ്ധരായ ഒരു വിഭാഗം ആളുകൾ ഒരു ഭാഗത്തുണ്ടാവുമ്പോൾ ആ ദൂതനെ കേൾക്കാൻ പോലും സന്നദ്ധത കാണിക്കാതെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം എത്രത്തോളം സത്യാധിഷ്ഠിതമാണ് എന്നത് പരിശോധിക്കാൻ പോലും സന്നദ്ധരല്ലാതെ പുറംതിരിഞ്ഞു നിൽക്കുകയും ശത്രുതയോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗം. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് മനുഷ്യര് മാറുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. അള്ളാഹു നൽകിയതൊക്കെയും തന്നെ ദൈവിക സരണിയിൽ വിനിയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും എല്ലാവർക്കും ഉപകരിക്കുന്ന വിധത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു പിടപെടപ്പുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യമാകുമോ, തന്റെ കർമ്മങ്ങള് ഫലപ്രദമാകുമോ എന്ന ഒരു
കൺസേണോട് കൂടി മാത്രമാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതൊക്കെയും വിചാരണ ചെയ്യപ്പെടുന്ന, പരിശോധിക്കപ്പെടുന്ന ഒരു നാള് വരാനിരിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എല്ലാവരും തിരിച്ചയക്കപ്പെടാൻ പോകുന്നു എന്ന ഒരു കാര്യവും അവരെ വലിയ ഭയപ്പാടുള്ളവരാക്കി മാറ്റുന്നുണ്ട്. അവര് യഥാർത്ഥത്തിൽ നന്മയിൽ മുന്നേറുന്നവരും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ പുറകിലാക്കി അവരെയൊക്കെയും അതിജയിച്ചുകൊണ്ട് വിജയം വരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇക്കാര്യം സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹു ആരുടെയും മേൽ അവർക്ക് താങ്ങാൻ കഴിയാത്തതായ ഒന്നും ചെയ്യാൻ ഒരു നിർബന്ധവും ചെലുത്തുന്നില്ല. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഓരോരുത്തർക്കും സാധ്യതയുള്ളതിനപ്പുറത്തേക്ക് അള്ളാഹു ഒരാളെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. മാത്രവുമല്ല, വലദൈന കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. സത്യാധിഷ്ഠിതമായിട്ടെല്ലാം വിവരിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ പക്കലുണ്ട് എന്നുകൂടിയാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. വഹും ലാ യുളമൂൻ. ഒരാളും അതിക്രമത്തിനോ അനീതിക്കോ വിധേയമാവുകയില്ല തന്നെ. അപ്പൊ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതാണെങ്കിലും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, അവര് അത് എത്രത്തോളം സത്യസന്ധമായിട്ട് നിർവഹിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വികാര വിചാരങ്ങൾ വരെ, മനസ്സിലുണ്ടായ തോന്നലുകൾ വരെ അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുന്നു എന്നതിനാൽ തന്നെ ഒരാളും ഒരു അനീതിയും ഏറ്റുവാങ്ങേണ്ടി വരില്ല. എന്നാൽ വേറൊരു വിഭാഗം ആളുകളുടെ കാര്യത്തില് അവരുടെ ഹൃദയങ്ങൾ എന്നും ഗംറത്തിലാണ്, വലിയ ആശയക്കുഴപ്പത്തിലും അതുപോലെ അന്ധകാരത്തിലുമാണ്. അവരുടെ കർമ്മങ്ങള് സ്വാഭാവികമായിട്ടും സതുദ്ദേശപരമായതല്ല, ദുഷ്ടത മാത്രം പ്രകടമാവുന്ന കർമ്മങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. അവരത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പൊ ശരിയായ അടിത്തറയിൽ ബിൽഡപ്പ് ചെയ്യപ്പെട്ടതല്ല അവരുടെ ജീവിതം. അസത്യമാണ് അതിന്റെ അടിത്തറ. സ്വാർത്ഥതയും വിദ്വേഷവും പകയുമൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ സ്വഭാവം നിർണയിക്കുന്ന കാര്യങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഒരു ദിശാബോധമോ അല്ലെങ്കിൽ ഒരു വെളിച്ചം ഉൾക്കൊള്ളുന്ന ഒരു നിലപാടോ ഒന്നുമില്ല. അങ്ങനെ അടിസ്ഥാനരഹിതമായ ഫലശൂന്യമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, അവര് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളൊക്കെ, അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്തും സാധ്യതകളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദുഷ്ഫലം ഉളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അവര് ധൂർത്തന്മാരും സുഖലോലുപരുമായിട്ട് വാഴുകയാണ്. അപ്പോ എന്ത് സംഭവിക്കുന്നു എന്നാണ് തുടർന്നുള്ള ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ അല്ലാഹു വിവരിക്കുന്നത്. ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽ അദാബ്. അത് എത്രത്തോളം ചെന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: അവരിലെ സുഖലോലുപന്മാർ, അവരിലെ മുത്രഫുകൾ, അവരെ നാം പിടികൂടുന്നു. ബിൽ അദാബ്, ശിക്ഷ കൊണ്ട്. ഒരു ശിക്ഷയാൽ നാം അവരിലെ ധൂർത്തന്മാരും ദുർവൃത്തന്മാരും സുഖലോലുപന്മാരുമായ ആളുകളെ പിടികൂടുകയാണ്. അള്ളാഹുവിന്റെ ഒരു ദൂതൻ ഒരു നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വന്നു ചേരുന്ന പരിണതികളാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ദൈവിക സന്ദേശവുമായിട്ട് ഒരു ദൂതൻ കടന്നു വന്ന് ആ സമൂഹത്തിന്റെ മുന്നിൽ ദൈവിക ദർശനം, ജീവിത പാത
ദൈവിക സരണി സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ആ സമൂഹത്തിൽ നിന്നുളവാകുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിൽ രണ്ടാമത്തെ വിഭാഗം, അവര് സത്യത്തിന് യാതൊരു പരിഗണനയും നൽകാത്തവരും ദൂതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വേണ്ട ശ്രദ്ധയും ആലോചനയും നൽകാത്തവരും ഒക്കെയാണ്. അവരവരുടെ ആ അന്ധതയിലും ആ അടിത്തറയില്ലാത്ത ആശയകാലുഷ്യത്തിലുമായിട്ടാണ് അവർ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദുർവൃത്തികളിലാണ് അവർ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അവരിലെ ധൂർത്തന്മാരും ദുർവൃത്തന്മാരും ഒക്കെയായ ആളുകളെ നാം ഒരു ശിക്ഷ നൽകിക്കൊണ്ട് പിടികൂടുന്നത്. ഹത്താ ഇദാ അഖദ്ന മുത്രഫീഹിം ബിൽ അദാബ്. അവര് സമ്പന്നരാണ്, വലിയ വിധത്തിൽ സ്വാധീനമൊക്കെ കാണിച്ചുകൊണ്ട് മേധാവിത്വം കാണിച്ചിരുന്ന ആളുകളാണ്, അതുപോലെ സുഖാഡംബരങ്ങളിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്. അള്ളാഹു അവർക്ക് ധാരാളം വിഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിലൊന്നും അള്ളാഹുവിനോട് യാതൊരു കൃതജ്ഞതയും കാണിക്കുകയോ തന്റെ സഹസൃഷ്ടികളായ ആളുകളോട് അള്ളാഹു നൽകിയ വിഭവങ്ങളിലെ അതിന്റെ പങ്ക് നൽകുകയോ അല്ലെങ്കിൽ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരത് അഹന്തക്കും നിഗളിപ്പിനുമുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് മുത്തറഫ് എന്ന് ഖുർആൻ പറയുന്നത്. പലയിടങ്ങളിലും ഈ വാക്ക് അല്ലാഹു ഉപയോഗിച്ച് കാണാം. ധൂർത്തന്മാർ എന്നോ സുഖലോലുപർ എന്നോ താന്തോന്നികൾ എന്നോ ഒക്കെ മലയാളത്തിൽ പറയാവുന്ന ഒരു പ്രയോഗമാണിത്. അള്ളാഹു അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ അനുഗ്രഹങ്ങളോട് അവരുടെ പ്രതികരണം നന്ദികേടാണ്. സമൂഹത്തിന് ദ്രോഹകരമായ നിലപാടുകളാണ് അവർ എന്നും എടുക്കുക. തങ്ങളുടെ തന്നെ സ്വാഭാവികമായ ദൗർബല്യങ്ങളെ തിരിച്ചറിയുകയോ ഉൾക്കൊള്ളുകയോ ഒന്നും ചെയ്യാത്ത അഹന്തയോടുകൂടിയുള്ള പെരുമാറ്റമായിരിക്കും അവരെന്നും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ആളുകളെ നാം ശിക്ഷ കൊണ്ട് പിടികൂടുകയായി എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകും. ഈ ശിക്ഷ എന്ന് പറയുന്നത് മരണവും മരണാനന്തരം അവരെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശിക്ഷയും ആയിക്കൊള്ളുന്നില്ല. ഭൗതിക ലോകത്ത് തന്നെ അവർക്കുണ്ടാവുന്ന വലിയ തിരിച്ചടികളാവാം, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രകൃതി വിപത്ത് ആവാം, അങ്ങനെ പലതും ആവാം. എന്തായാലും ഒരു ദൈവിക ശിക്ഷ അവരെ പിടികൂടുകയായി. അപ്പോഴോ ഇദാഹും യജ്അറൂൻ, അവരതാ വിലപിക്കുകയായി, ആർത്ത് കരയുകയായി. അപ്പൊ ഇതുവരെ വലിയ അഹന്തയോടുകൂടി ധിക്കാരത്തോടുകൂടി സംസാരിച്ചിരുന്നവര്, ഭൂമിയെ പിളർത്തിക്കളയും എന്നൊക്കെയുള്ള നാട്യത്തോടുകൂടി നടന്നിരുന്ന ആളുകൾ ഇപ്പോ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ അവരെ പിടികൂടിയപ്പോ അവരാർത്ത് കരയുകയാണ്, വിലപിച്ചാർക്കുകയാണ്. ഇദാഹും യജ്അറൂൻ. അപ്പൊ അവര് കേൾക്കേണ്ട, അവരോട് പറയപ്പെടുന്ന, അവരെ അള്ളാഹു കേൾപ്പിക്കുന്ന ഒരു വാചകമാണ് തുടർന്ന് പറയുന്നത്. ലാ തജ്അറുൽ യൗം, ഇന്ന് നിങ്ങൾ വിലപിക്കേണ്ട, ഇന്ന് നിങ്ങൾ ആർത്ത് കരയണ്ട, നിർത്തിക്കോളൂ നിങ്ങളുടെ ഈ വിലാപവും നിങ്ങളുടെ ഈ ആർത്തനാദവും ഒക്കെ. ഇന്നക്കും മിന്ന ലാ തുൻസറൂൻ, നിങ്ങൾ ഇന്ന് നമ്മിൽ നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നവരാവുകയില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് യാതൊരു സഹായവും ലഭിക്കുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്നവർ മാത്രമായിരിക്കും. ഇന്നക്കും മിന്ന ലാ തുൻസറൂൻ, ഒരു സഹായവും നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് ഒരു സഹായവും ലഭിക്കുന്നതല്ല, തീർച്ച. ഇതാണ് അവരെ കേൾപ്പിക്കപ്പെടുന്ന കാര്യം. അള്ളാഹു പറയുന്ന വിധത്തിലാണ് ഈ വാചകങ്ങൾ, ഈ വാക്കുകൾ അടങ്ങിയിട്ടുള്ള വാക്കുകളുടെ ഘടന. ലാ തജ്അറുൽ യൗം, ഇന്ന് നിങ്ങൾ ആർത്ത് കരയണ്ട, അല്ലെങ്കിൽ മതിയാക്കൂ നിങ്ങളുടെ ഈ ആർത്തനാദം. ഇന്നക്കും മിന്ന ലാ തുൻസറൂൻ, നിങ്ങൾ ആർത്ത് കരഞ്ഞാലും കുഴപ്പമില്ല, ആർത്ത് കരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല,
നിങ്ങൾക്കൊരു സഹായവും നമ്മുടെ ഭാഗത്തു നിന്ന് ലഭിക്കാൻ പോകുന്നേയില്ല. ഖദ് കാനത്ത് ആയാതി തുത്ലാ അലൈക്കും, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഖദ് കാനത്ത് ആയാതി, എന്റെ ദൃഷ്ടാന്തങ്ങൾ, തുത്ലാ അലൈക്കും, നിങ്ങൾക്കായി ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ നടപടി വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു താക്കീതും നൽകുന്നതിന് മുമ്പല്ല, നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും മാർഗദർശനം നൽകപ്പെടുന്നതിന് മുമ്പല്ല. ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മാർഗദർശനം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് താക്കീതുകൾ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കാനത്ത് ആയാതി തുത്ലാ അലൈക്കും, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കായിട്ട് ഓതി കേൾപ്പിക്കപ്പെട്ടതാണ്. ഫകുൻതും അലാ അഅഖാബികും തൻകിസൂൻ, അപ്പോ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? ഫകുൻതും അലാ അഅഖാബികും, അഅഖാബ് എന്ന് പറഞ്ഞാൽ എഖബിന്റെ ബഹുവചനാണ്. ഹീൽ എന്ന് ഇംഗ്ലീഷിൽ പറയും, മടമ്പുകാല് എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ആ കാര്യം. അപ്പൊ നിങ്ങളുടെ മടമ്പുകാല് കാട്ടിക്കൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. ദൈവിക സന്ദേശം നിങ്ങളുടെ മുന്നിൽ എത്തിക്കപ്പെട്ടപ്പോ, അള്ളാഹുവിന്റെ ആയാത്തുകൾ നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടപ്പോ, അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നിങ്ങൾക്ക് അനാവൃതമായി കാണിക്കപ്പെട്ടപ്പോ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഫകുൻതും അലാ അഅഖാബികും തൻകിസൂൻ, നിങ്ങൾ ആ ഘട്ടത്തിൽ നിങ്ങളുടെ മടമ്പുകാല് കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. അതൊന്ന് കാണാനോ കേൾക്കാനോ ഉൾക്കൊള്ളാനോ ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നമ്മുടെ ആയാത്തുകള് നിങ്ങൾക്ക് വേണ്ട വിധം ഓതി കേൾപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ കാതുകളിൽ നമ്മുടെ ആയാത്തുകൾ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട വിധത്തിൽ ശ്രവിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു ശ്രമവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ പുറകുവശം ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടങ്ങ് പൊയ്ക്കളയുകയായിരുന്നു. മലയാളത്തിൽ ചിലപ്പോൾ മൂടും തിരിച്ചു പോവുക എന്നൊക്കെ പറയാറുണ്ട്. അറബിയിലുള്ളത് ആ പ്രയോഗത്തിന്റെ മറ്റൊരു രൂപമാണ്. അലാ അഖാബിക്കും തൻകിസൂൻ എന്നാണ് ഖുർആൻ ഇവിടെ ഉപയോഗിക്കുന്നത്, ആ ആശയം പകർന്നു തരാൻ വേണ്ടി. നിങ്ങളുടെ മടമ്പുകാലല്ല ഒരാള് മറ്റൊരാളെ അഭിമുഖമായി നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുക. ഒരാള് നമ്മളോട് സംസാരിക്കുമ്പോ നമ്മൾ അത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മടമ്പുകാലല്ല അയാൾ കാണേണ്ടി വരും, നമ്മുടെ മുൻഭാഗമാണ് കാണേണ്ടി വരും. അത് കേൾക്കാൻ കൂട്ടാക്കാത്തൊരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ തിരിഞ്ഞ് അയാളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുക. അപ്പോ നമ്മുടെ പിൻവശാണ്, പ്രത്യേകിച്ച് നമ്മളുടെ മടമ്പുകാലാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആള് കാണാനിടയാവുക. ഭാഷാപരമായുള്ള ഒരു ശൈലിയും പ്രയോഗവും ഒക്കെയാണ്. ഫകുൻതും അലാ അഅഖാബികും തൻകിസൂൻ. അപ്പൊ നമ്മുടെ ആയാത്തുകൾ കേൾപ്പിക്കപ്പെടുമ്പോ വലിയ ആഴങ്ങളുള്ള പ്രതിഭാസങ്ങളാണ് നമ്മുടെ ആയാത്തുകൾ യഥാർത്ഥത്തിൽ. അത് ദൈവിക ഗ്രന്ഥത്തിലെ ആയാത്തുകളായാലും പ്രപഞ്ചത്തിലെ ആയാത്തുകളായാലും വലിയ ആഴത്തില് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള അതിവിസ്മയകരങ്ങളായ പ്രതിഭാസങ്ങളാണ് അള്ളാഹുവിന്റെ ആയാത്തുകൾ എന്ന് പറയുന്നത്. അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുക എന്നത് വളരെ മൂഢമായ ഒരു ചെയ്തിയാണ്, ഒരു സംശയവും ഇല്ല. വളരെ ഗഹനതയോടുകൂടി ഉൾക്കൊള്ളേണ്ട, വളരെ ശ്രദ്ധാപൂർവം സ്വീകരിക്കേണ്ട ഒരാശയം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ട് അതിന് ഒരു വിലയും കൽപ്പിക്കാതെ തിരിഞ്ഞു കളയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരു ഒരു നന്ദികേടും അല്ലെങ്കിൽ വല്ലാത്ത ധാർഷ്ട്യവും ഒക്കെ പ്രകടമാകുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ അതാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട. ലാ തജ്അറുൽ യൗം,
ഇന്ന് നിങ്ങൾ ആർത്ത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇന്ന് വിലപിക്കേണ്ടതില്ല. വിലാപമൊക്കെ ഒന്ന് നിർത്തിക്കോളൂ. നിങ്ങളുടെ ഈ ആർത്തനാദവും വിലാപവും ഒക്കെ അവസാനിപ്പിച്ചോളൂ. ഇന്ന് നിങ്ങൾക്ക് ഒരു സഹായവും നൽകപ്പെടുന്നതല്ല. നമ്മുടെ ആയാത്തുകൾ നിങ്ങളെ കേൾപ്പിക്കപ്പെട്ടതായിരുന്നല്ലോ. ഫകുന്തും അലാ അഅഖാബികും തൻകിസൂൻ. അപ്പോ നിങ്ങൾ തിരിഞ്ഞു പൊയ്ക്കളയുകയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുസ്തക്ബിരീന ബിഹി. നിങ്ങൾക്ക് കിബ്റായിരുന്നു. നിങ്ങൾ അഹന്ത കാണിച്ചുകൊണ്ട് ആണ് അതിനോട് പ്രതികരിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ ദൂതൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ എന്നിട്ട് നിങ്ങളുടെ ബോധം ഉണർത്തുന്ന വിധത്തിൽ സംസാരിച്ചപ്പോ ഇവനിപ്പോ നമ്മളോട് സംസാരിക്കാൻ ആരാ എന്നൊക്കെയുള്ള നിലപാടായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ഇവനേക്കാളൊക്കെ സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ളത് ഞങ്ങളല്ലേ സമ്പന്നരായത്, നാട്ടിലെ അധികാരവും ശക്തിയും ഒക്കെ ഉള്ള ആളുകൾ ഞങ്ങളല്ലേ തറവാട്ടുകാര് എന്നൊക്കെയുള്ള വിധത്തിലാണ് നിങ്ങൾ പെരുമാറിയത്. മുസ്തക്ബിരീന ബിഹി. നിങ്ങൾ കിബിർ കാണിക്കുകയായിരുന്നു. മുസ്തക്ബിറുകളായിട്ടാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ദൂതൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്ന ദൈവിക സന്ദേശത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ദൂതനോട് തന്നെ നിങ്ങൾ കിബിർ കാണിച്ചുകൊണ്ട് അഹന്തയോടുകൂടിയാണ് പെരുമാറുകയുണ്ടായത്. സാമിറൻ തഹ്ജുറൂൻ. നിങ്ങളുടെ വെടിക്കൂട്ടുകളിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമായി അന്തി സമയങ്ങളിൽ, രാത്രി നേരങ്ങളിൽ സൊറ പറഞ്ഞിരുന്നപ്പോ നിങ്ങൾ അദ്ദേഹത്തെ വത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അപമാനിതനാക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാമിറൻ എന്ന് പറഞ്ഞാല് രാത്രി നേരത്ത് കൂടിയിരുന്ന് സൊറ പറഞ്ഞിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അറബികളിലും ഈ ആയത്തുകൾ നേരിട്ട് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചായിരുന്നില്ല എങ്കിലും മുൻകാലത്ത് ജീവിച്ചിരുന്ന പല സമൂഹങ്ങളെയും പരാമർശിച്ചുകൊണ്ടൊക്കെയാണ് എങ്കിൽ പോലും മക്കയിലെ ആളുകളുടെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. അവരെ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ഉണർത്തുകയാണ് ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. മക്കയിലെ ആളുകളുടെ ഇടയിലും ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസാണ് രാത്രി കാലത്ത് അങ്ങനെ കൂടിയിരുന്ന് സൊറ പറയുക എന്ന്. പ്രത്യേകിച്ച് ഈ മരുഭൂ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സമൂഹങ്ങൾക്ക് ഈ ശീലം കൂടുതലാണ്. പകൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തുകൂടാനൊന്നും അത്ര കംഫർട്ടബിൾ ആയ സമയമല്ല. സൂര്യൻ ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ, അസർ കഴിഞ്ഞാൽ, അസറിന്റെ സമയം പിന്നിട്ട് കഴിഞ്ഞിട്ട് രാത്രി ഇരുട്ടുന്നതോട് കൂടിയൊക്കെയാണ് അവർ പുറത്തിറങ്ങുക. അവർ ഒത്തുചേരുകയും പലയിടത്തും കൂടിയിരുന്ന് രാക്കഥകൾ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യല് ഈ ഒരു സമയത്താണ്. വളരെ വൈകിയാണ് അവരിൽ പലരും ഉറങ്ങാൻ വേണ്ടി വീടുകളിലേക്ക് പോവുക. അപ്പോ ഇവരുടെ രാത്രി നേരങ്ങളിൽ ഒത്തുകൂടിയിരുന്നുള്ള സംസാരങ്ങളില് എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്? തഹജുറൂൻ മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹജുറൂൻ എന്ന്. അവര് ഒത്തുകൂടിയിരുന്ന് സൊറ പറഞ്ഞിരിക്കുമ്പോ അള്ളാഹുവിന്റെ ദൂതനെ കുറിച്ച് അവരെന്താണ് ചെയ്തത്? അദ്ദേഹത്തെ കുറിച്ച് ദൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബത്സിക്കുക എന്നതൊക്കെയാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ ദൂതൻ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ ആലോചനയോ ചിന്തയോ അന്വേഷണമോ ഒന്നും നടത്തുന്നതിന് പകരം ഇവര് ചെയ്യുന്നത് അവരുടെ രാക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ ദൂതനെ പരിഹസിച്ചുകൊണ്ടും അദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ടും ബത്സിച്ചുകൊണ്ടും ഒക്കെ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അതിനാൽ നിങ്ങളുടെ വിലാപം അവസാനിപ്പിച്ചോളൂ. ഒരു കാര്യവും അതുകൊണ്ടില്ല. ഒരു സഹായവും നമ്മുടെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്ന കാര്യം. പരോക്ഷമായിട്ട് മക്കയിലെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന ആളുകളെ അവരുടെ അവസ്ഥ എന്താണ് എന്നത് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഈ ആയത്തുകൾ എന്ന് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.